ഇന്നലെ നമ്മൾ വളരെ ചിന്തിച്ചു നിർത്തിയത് 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗമായിരുന്നു. 8-ാമത്തിന്റെ മുകളിലത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഇങ്ങനായിരുന്നു: ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ചെയ്യുവാനുള്ള നിയമം ഇങ്ങനെയാകുന്നു. എന്നിട്ട് ആ ഭാഗത്ത് ആ ഖണ്ഡിക നമ്മൾ പരിശോധിച്ചാൽ ഞാൻ 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 എന്ന് ദൈവം ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, മോശയല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യും ചെയ്യുന്നതോടെ നമ്മൾ ആവർത്തിച്ച് കാണുന്ന കാര്യം. അത് ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും എന്നുള്ള പ്രസ്താവനയാണ് ആദ്യം നമ്മൾ വായിക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ഈ ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യമായിട്ട് അവശേഷിച്ചിരുന്നത് ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോന്റെ കാലശേഷം ആ ഒരു രാജ്യമായിട്ട് ഇരുന്നിട്ടില്ല. നേരെ മറിച്ച് യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ട് രാജ്യങ്ങളായി പിരിഞ്ഞതായിട്ട് നമുക്കറിയാൻ കഴിയും. ഇസ്രായേൽ എന്ന 10 ഗോത്രങ്ങൾ അടങ്ങുന്ന രാജ്യമാകുന്ന ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങൾ അടങ്ങുന്ന യഹൂദ എന്നും 2 രാജ്യങ്ങളായിട്ട് പിരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ശലോമോന്റെ മകനായിരുന്ന രെഹബെയാമും ശലോമോന്റെ ദാസനായിരുന്ന രെഹബെയാമും ഈ 2 പേരും ആണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അതിന് യഹൂദ എന്നും ഇസ്രായേൽ എന്നും പേരായി. യഹൂദയുടെ തലസ്ഥാനം യെരുശലേമും ഇസ്രായേലിന്റെ തലസ്ഥാനം ശമര്യയുമായിരുന്നു. അങ്ങനെ 2 തലസ്ഥാനങ്ങളോടുകൂടി 2 രാജ്യങ്ങളായി പിരിഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ വായിച്ചു, ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും ചെയ്യുന്ന നിയമം ഇങ്ങനെയാകും. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുന്ന നിയമം ഇങ്ങനെയാകും നമ്മൾ കാണുന്നത്. അപ്പോ ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരും എന്നുള്ള യിരെമ്യാ പ്രവാചകന്റെ പ്രവചന ഭാഗമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു, ഈ പുതിയത് എന്ന് പറയുന്നത് കൊണ്ട് പഴയതിനെ ഒന്നാമത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. ഒന്നാമത്തെ പ്രമാണം അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ അളവ് പോലായിരിക്കുന്ന ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തെ ഒന്നാമത്തെ ഇസ്രായേലിന് ദൈവം കൽപ്പിച്ചാക്കിയ ദൈവത്തിന്റെ ഒന്നാമത്തെ നിയമവും ആദ്യത്തെ നിബന്ധനകളും അതായിരുന്നു നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്നെ പറയുന്നു, പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അങ്ങനെ പുതിയൊരു നിയമം ചെയ്തിരിക്കുന്നത് കൊണ്ട് ആദ്യത്തെ നിയമത്തിനെ ദൈവം ഒഴിവാക്കിയെന്നല്ല, ആദ്യത്തെ നിയമത്തെക്കാൾ വ്യത്യസ്തമായി പുതിയൊരു നിയമം ദൈവം ഇസ്രായേൽ ജനങ്ങളോട് ചെയ്തു. ആദ്യത്തെ ദൈവം കൊടുത്ത സീനായ് മലയിൽ നിന്നാണ് ആദ്യത്തെ പ്രമാണം ദൈവം കൊടുത്തിരുന്നത്. അത് മരുഭൂമിയിൽ 40 വർഷം നടന്നിരുന്ന ഇസ്രായേലിനെ ആണ് അത് പ്രധാനമായും ആദ്യമായും കൊടുത്തതും. അതിനുശേഷം നീണ്ട വർഷങ്ങളായി ഇസ്രായേൽ രാജ്യത്തിന് മൊത്തം യഹൂദന്മാർക്ക് ബാധകമായിരുന്ന നിയമമായിരുന്നത്. എന്നാൽ അവരാരും ആ നിയമം അനുസരിക്കാൻ പ്രാപ്തരായിരുന്നില്ല എന്നൊക്കെ നമ്മൾ റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ നമുക്ക് കാണാനിടയായിട്ട് അവര് പ്രാപിച്ചുവെങ്കിലും അത് അനുസരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരുന്നുണ്ട്. അങ്ങനെ ആ പുതിയ നിയമത്തിന്റെ പ്രത്യേകത അത് ദൈവം തന്നെയാണ് ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരും തന്റെ കൂട്ടുകാരനോട് ദൈവത്തെ അറിയുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ദൈവം അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതും. അവർ ദൈവത്തിന്റെ ഹൃദയപ്രകാരം, ദൈവത്തിന്റെ താല്പര്യപ്രകാരം അവരെ നടത്തുമെന്നെല്ലാം നമ്മൾ കാണുകയുണ്ടായി. 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. 9-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭമായ ചില കാര്യങ്ങൾ ചിന്തിച്ചു. 9-ാം അധ്യായത്തില് സമാഗമന കൂടാരത്തിന്റെ ഒരു പിക്ചർ നമ്മൾ കാണുകയുണ്ടായി. ആ സമാഗമന കൂടാരത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും മാത്രമാണ് പറയുന്നത്. ഇന്ന് നമ്മൾ കണ്ടു, സമാഗമന കൂടാരം എന്ന് പറയുന്ന വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും മാത്രം അടങ്ങിയ ഒരു കാര്യം കൂടാരമല്ല. അതിന്റെ പ്രാകാരം എന്നൊരു അവസ്ഥ കൂടുണ്ട്, സ്ഥലം കൂടുണ്ട്. അത് ഒരു കൂടാരത്തിന്റെ മിറ്റമാണ് നമ്മൾ ചിന്തിക്കുണ്ടായി. ആ പ്രാകാരത്തിന്റെ ചുറ്റും 5 മുഴം
ഉയരത്തിലുള്ള ഒരു മറശ്ശീല മറശ്ശീല കൊണ്ട് മറച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ ആ മറശ്ശീലയുടെ കിഴക്ക് വശത്തെ 20 മുഴം വീതിയിലുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. ഈ പ്രാകാരത്തിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഉണ്ട്. ആ പ്രാകാരത്തിന്റെ ആ കിഴക്ക് വശത്തുള്ള എൻട്രൻസിൽ കൂടെ മാത്രമേ ഈ പ്രാകാരത്തിലേക്കും പിന്നീട് വിശുദ്ധ സ്ഥലത്തേക്കും അതിനുശേഷം അതിവിശുദ്ധ സ്ഥലത്തേക്കും കടക്കാൻ കഴിയൂ എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, ആ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് എത്തുന്നില്ല, അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്നുള്ള സത്യം നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഇത് വിളിച്ചു പറയുന്നത്. ഇത് മാത്രമല്ല, ഈ കിഴക്ക് വശത്തുള്ള വാതിലിൽ കൂടെ ഒരുവൻ ഈ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 4 വിധ നൂലുകൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു. ആ 4 വിധമായ നൂലുകളുടെ ഇടയിൽ കൂടെയാണ് ഏതൊരു മനുഷ്യനും പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ 4 നൂലുകൾ എന്താണെന്ന് നമ്മൾ ഒരു ലേഖനത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അത് അവൻ നമുക്ക്, അതായത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിൽ ജ്ഞാനവും നീതി വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നുള്ള സത്യമാണ് ആ പഴയ പ്രമാണത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഈ വാതിലിൽ കൂടെ മാത്രമേ ഏതൊരു മനുഷ്യനും ഈ പ്രാകാരത്തിൽ കടക്കാൻ കഴിയും. ആ പ്രാകാരത്തിൽ നിന്ന് മാത്രമേ വിശുദ്ധ സ്ഥലത്തേക്കും അതിനുശേഷം അതിവിശുദ്ധ സ്ഥലത്തേക്കും എത്താൻ കഴിയത്തുള്ളൂ. ഈ പ്രാകാരത്തിന് ചുറ്റിനും 5 മുഴം ഉയരത്തിലുള്ള ഒരു തുണി കൊണ്ട് മറച്ചിരുന്നു. കർത്താവ് യേശു ക്രിസ്തു നിക്കോദെമസിനോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പോ ഈ പ്രാകാരത്തിന്റെ ചുറ്റുമുള്ള 5 മുഴം ഉയരമുള്ള ഒരു മറശ്ശീലയുണ്ട്. ഈ മറശ്ശീല പുറത്തു നിന്ന് നോക്കിയാൽ ഈ പ്രാകാരത്തിന്റെ ഉള്ളോ വിശുദ്ധ സ്ഥലമോ അതിവിശുദ്ധ സ്ഥലമോ യാതൊരു മനുഷ്യനും കാണാൻ കഴിയുന്നതല്ല. കാരണം ഏത് മനുഷ്യനും 4 മുഴമേ പൊക്കമുണ്ട്. 4 മുഴം മാത്രം ഉയരമുള്ള മനുഷ്യൻ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ കാണാതിരിക്കത്തക്ക വിധം 5 മുഴം ഉയരം, 5 മുഴം പൊക്കത്തിലാണ് ഈ മറശ്ശീല കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഈ പ്രാകാരമോ വിശുദ്ധ സ്ഥലമോ അതിവിശുദ്ധ സ്ഥലമോ കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കിഴക്ക് വശത്തുള്ള 20 മുഴം വീതിയിലുള്ള ഈ എൻട്രൻസിൽ കൂടെ, ഈ വഴിയിൽ കൂടെ മാത്രം ഉള്ളിൽ കടന്നാൽ മാത്രമേ കാണത്തുള്ളൂ. പുറത്തു നിന്നാൽ ആർക്കും കാണത്തില്ല. അതുകൊണ്ടാണ് യേശു നിക്കോദെമസിനോട് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുന്നതല്ല. അപ്പോ ഏതൊരു മനുഷ്യനും ഈ പ്രാകാരം വഴിയാണ് കടക്കേണ്ടത്. പ്രാകാരത്തിൽ പുറത്തു നിന്നാൽ പ്രാകാരത്തിന്റെ ഉൾവശം വിശുദ്ധസ്ഥലം അതിവിശുദ്ധസ്ഥലം കാണാൻ കഴിയത്തില്ല. അത് ഈ വാതിൽ കൂടെ, അഥവാ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ, വീണ്ടും ജനിച്ച മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ, യേശു ക്രിസ്തു എന്ന ഏക വഴിയിൽ കൂടെ, ഒരേ ഒരു വഴിയിൽ കൂടെ മാത്രമേ ഈ ദൈവരാജ്യത്തിലേക്ക് അഥവാ ഈ പ്രാകാരത്തിലേക്കും ഈ സമാന കൂടാരത്തിലേക്കും പ്രവേശിക്കാൻ കഴിയൂ എന്ന സത്യം നമ്മളോട് കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. അപ്പൊ ഇനി നമ്മളിവിടെ വിശദീകരിക്കുന്ന കാര്യം, ഈ പ്രാകാരത്തിൽ വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും രണ്ട് പാർട്ടുണ്ട്, 2 ഭാഗമുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്, അതിവിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് എന്ന് ഓടിച്ച് നമ്മൾ ഇന്നലെ വന്ന് ചിന്തിക്കുകയുണ്ടായി. നമുക്ക് അതിന്റെ 8-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. 2-ാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. ഈ വിശുദ്ധ സ്ഥലത്തുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ ഭാഗത്ത് നിലവിളക്കുണ്ട്. നമുക്കറിയാം, ഈ പ്രാകാരത്തിൽ വെളിച്ചം കൊടുത്തിരുന്നത് സൂര്യന്റെ വെളിച്ചമാണ്. പ്രാകാരത്തിൽ കിട്ടിയിരുന്ന വെളിച്ചം സൂര്യന്റെ വെളിച്ചമാണ്. എന്നാൽ പ്രാകാരത്തിൽ നമ്മൾ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കിട്ടുന്ന വെളിച്ചം ഈ വിളക്കിന്റെ വെളിച്ചമാണ്. 7 ശാഖകളുള്ള, 2 വശത്തും 3 ശാഖകളും നടുക്ക് ഒരു നേരെ നിൽക്കുന്ന ഒരു ശാഖയുമുള്ള
ഇങ്ങനെ 7 തണ്ടുകളുള്ള 7 ശിഖരങ്ങളുള്ള ഒരു നിലവിളക്ക് ഈ വിശുദ്ധ സ്ഥലത്തുണ്ട്. അത് മാത്രമല്ല, അവിടെ കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്, കാഴ്ചയപ്പമുണ്ട്. കാഴ്ചയപ്പം എന്ന് പറഞ്ഞാൽ 2 ഇടങ്ങഴി നേരിയ മാവ് കൊണ്ട് മോശ ഉണ്ടാക്കേണ്ടതും ശബത്ത് ദിവസമായ ശനിയാഴ്ച ദിവസം ഈ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലത്തുള്ള തങ്ക മേശയിൽ മേൽ ഈ കൊണ്ടുവെക്കേണ്ടതുമായ അപ്പമാണ് കാഴ്ചയപ്പം എന്ന് പറയുന്നത്. അതിന്റെ തൂക്കം അഥവാ അളവെന്ന് പറയുന്നത് 2 ഇടങ്ങഴി നേരിയ മാവാണ്. അങ്ങനെ 2 ഇടങ്ങഴി നേരിയ മാവ് കൊണ്ടുള്ള 12 ദോശ ഉണ്ടാക്കും, 12 അപ്പം ഉണ്ടാക്കും. ഈ 12 അപ്പവും ഈ തങ്ക മേശമേൽ കൊണ്ടുവന്നിട്ട് 2 അടുക്കായിട്ട് അടുക്കി വെക്കും. ഈ 2 അടുക്കായിട്ട് അടുക്കി വെക്കുന്ന ഓരോ അപ്പത്തിന്റെ മേലും നിർമ്മല കുന്തിരിക്കം ഇട്ടിട്ടാണ് ഇത് അടുക്കി വെക്കുന്നത്. ഈ കുന്തിരിക്കം ഇട്ട് അടുക്കി വെക്കുന്ന ഈ അപ്പം ഒരു ശനിയാഴ്ച മോശ ഇത് കൊണ്ടുവന്ന് അടുക്കി വെച്ചതിന് ശേഷം പിറ്റേ ശനിയാഴ്ച ഈ അപ്പം അവിടെ നിന്ന് എടുത്ത് മാറ്റും. എന്നുവെച്ചാൽ ഒരു ശബത്തിൽ വെക്കുന്ന അപ്പം പിറ്റേ ശബത്ത് വരെ അവിടെ ഇരിക്കണം. ആ ശബത്ത് ദിവസം മാത്രം മോശ ഇത് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പാടുള്ളൂ, എടുത്ത് മാറ്റത്തുള്ളൂ. ഈ മാറ്റുന്ന ഈ അപ്പം ആണ് ഈ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന അഥവാ ഈ സമാന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ ഭക്ഷണം ആണ് ഈ കാഴ്ചയപ്പം. പുരോഹിതന്മാരിത് ഭക്ഷിക്കണം. അപ്പൊ ഇങ്ങനെ ആയിരുന്നു ഈ വിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങൾ. ഒന്നാമത് നിലവിളക്കുണ്ടായിരുന്നു. ആ നിലവിളക്ക് എന്ന് പറയുന്നത് 1 താലന്ത് തങ്കം കൊണ്ട് അടിച്ച് പണിതിരിക്കുന്നതാണ് ഈ നിലവിളക്ക്. ആ അടിച്ചു പണിയുന്ന നിലവിളക്കിന്റെ പ്രത്യേകത അത് കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയതല്ല, അത് അടിപ്പ് പണിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരു വിളക്കായിട്ട് തീരണമെങ്കിൽ അനേക അടികൾ കൊള്ളേണ്ട, അനേക പ്രാവശ്യം ഇത് പരത്തി അടിച്ചാണ് ഒരു വിളക്ക് രൂപപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിളക്കിലാണ് ഈ വിളക്ക് കത്താൻ വേണ്ടി എണ്ണ ഒഴിക്കേണ്ടതും. അങ്ങനെയാണ് ഈ വിളക്ക് നിരന്തരമായി അവിടെ കത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഈ വിളക്ക് കത്തുന്നത് അത് സന്ധ്യ മുതൽ ഉഷസ് വരെ അവിടെ കത്തിക്കൊണ്ടിരിക്കണം. സന്ധ്യ മുതൽ ഉഷസ് വരെ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള ഇത് കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള ആത്മീയമായ ഒരു കാര്യമാണ് നമ്മൾ ഗ്രഹിക്കാൻ കഴിയുന്നത്. ഉഷസ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഇനിയുള്ള ഈ ഭൂമിയിലേക്കുള്ള ഇനിയുള്ള മഹത്വ പ്രത്യക്ഷതയാണ് ഉഷസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വിളക്കെന്ന് പറയുന്നത് ദൈവസഭയാണ്. ഈ വിളക്ക് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കണം. അതിന് ഇടിച്ചെടുത്ത് തെളിഞ്ഞ ഒലിവെണ്ണ വേണം എന്നെല്ലാം. അത് വേറെ വിഷയമായ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് അത് കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഈ വിളക്കുണ്ടായിരുന്നു, തങ്കം കൊണ്ടുള്ള തങ്ക വിളക്കുണ്ടായിരുന്നു, തങ്ക മേശയുണ്ടായിരുന്നു. ഈ മേശമേൽ 12 2 മാവ് വീതം എടുത്തുണ്ടാക്കിയ 12 കാഴ്ചയപ്പങ്ങളും 2 അടുക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. ഇനി അതിന്റെ അടുത്ത വാക്യം വായിക്കുന്നു. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. 2-ാം തിരശ്ശീല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, 1-ാമത്തെ തിരശ്ശീല പ്രകാരത്തിന് മറുശീലയായിട്ടുണ്ടായിരുന്നു. 2-ാമത്തെ തിരശ്ശീല എന്ന് പറയുന്നത് ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർപിരിക്കുന്നതാണ്. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ള വേർപാട് ഭിത്തിയൊന്നും അവിടെ ഇല്ല, പലകളൊന്നുമില്ല. ആകെ ഒരു കട്ടിയുള്ള തുണിയാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ തുണിയുടെ ഇപ്പുറത്തുള്ള സ്ഥലത്തിന് വിശുദ്ധ സ്ഥലമെന്നും അപ്പുറത്തുള്ള സ്ഥലത്തിന് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നു. ഈ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത് ഒരു കട്ടിയുള്ള തിരശ്ശീലയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ തിരശ്ശീലയുടെ ഹാർഡ്നെസ്, കട്ടി എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2 വശത്തും 7 കുതിരകളെ കെട്ടി വലിച്ചാൽ പോലും കീറാൻ പ്രയാസമുള്ള, കീറാത്ത അത്ര ഹാർഡുള്ള കട്ടിയുള്ള തിരശ്ശീലയാണ് ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കാൻ തൂക്കിയിട്ടിരിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ നമുക്കറിയാവുന്ന ഒരു സത്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ പല സംഭവങ്ങൾ സംഭവിച്ചതിൽ ഒരു കാര്യം, ഈ മന്ദിരത്തിലുള്ള തിരശ്ശീല അന്ന് യേശു ക്രിസ്തു മരിച്ചപ്പം ഈ സമാപന കൂടാരത്തിന്റെ അതേ മാതൃകയിൽ തന്നെ ശലോമൻ പണി കഴിപ്പിച്ചിരുന്ന ഒരു ദേവാലയം യെരുശലേമിൽ ഉണ്ടായിരുന്നു.
ആ യെരൂശലേമിലുള്ള ദേവാലയത്തിലും ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കട്ടിയുള്ള തിരശ്ശീല ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പം സംഭവിച്ച കാര്യത്തിൽ ഒരു കാര്യം, ഈ മന്ദിരത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് അടിയോളം രണ്ടായിട്ട് ചീന്തിപ്പോയി. മുകളിൽ നിന്ന് അടിയോളം ചീന്തി എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം, അതിന്റെ അർത്ഥം, ഈ തിരശ്ശീല അടിയിൽ നിന്ന് മുകളിലേക്കാണ് കീറുന്നതെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ മനുഷ്യരാരെങ്കിലും ആയിരിക്കാം ഈ പണി ചെയ്തത്. എന്നാൽ മനുഷ്യരാരുമല്ല ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അത്യുന്നതനായ ദൈവം തന്നെയാണ് ഈ മന്ദിരത്തിലെ തിരശ്ശീലയുടെ മോൾ മുതൽ അടി വരെയാണ് കീറിപ്പോയത്. അടി മുതൽ മുകളിലേക്കല്ല, മുകളിൽ നിന്ന് അടിയിലേക്കാണ് കീറി ഈ തിരശ്ശീല രണ്ടായിട്ട് ചിന്തിപ്പോയി. ഈ രണ്ടായിട്ട് തിരശ്ശീല ചിന്തിപ്പോയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുവൻ പ്രാകാരത്തിൽ നിൽക്കുവാണെങ്കിലും, അല്ലെങ്കിൽ പ്രാകാരത്തിൽ നിൽക്കുന്നവൻ പോലും, അല്ലെങ്കിൽ ഈ കിഴക്ക് വശത്തുള്ള 20 മുഴം വീതിയിലുള്ള ഈ എൻട്രൻസിൽ കൂടെ ഈ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു മനുഷ്യനും വേണമെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനുള്ള ഒരു വഴി ഈ തിരശ്ശീല കീറുക വഴി ദൈവം തുറന്നിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. എന്നാൽ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം പ്രവേശിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലം ഇപ്പോൾ ആർക്കും പ്രവേശിക്കത്തക്കവണ്ണം അതിന്റെ റെസ്ട്രിക്ഷൻ, അതിന്റെ നിയന്ത്രണം അഥവാ ഈ വിശുദ്ധ സ്ഥലത്ത് അതിവിശുദ്ധ സ്ഥലത്ത് ആരും പ്രവേശിക്കാൻ പാടില്ല എന്ന് ഉള്ള നിബന്ധനയുമായി അവിടെ തൂക്കിയിട്ടിരുന്ന കട്ടി തിരശ്ശീല യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്താൽ അത് കീറിപ്പോയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിവിശുദ്ധ സ്ഥലത്ത് വരെ എത്താനുള്ള സാധ്യത ദൈവം യേശുക്രിസ്തുവിൽ കൂടെ തുറന്നിരിക്കുന്നു എന്നുള്ള സത്യമാണ് ആ മന്ദിരത്തിലെ തിരശ്ശീല കീറിപ്പോയി എന്നതുകൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലത്തുള്ള ചില ഉപകരണങ്ങളെ കുറിച്ചാണ് അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ അതിവിശുദ്ധ സ്ഥലത്ത് 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. ഈ അതിവിശുദ്ധ സ്ഥലത്തുള്ള ചില ഉപകരണങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു. മുഴുവനും പൊന്നു പൊതിഞ്ഞ ധൂപകലശം. ധൂപകലശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ധൂപം എന്ന് പറഞ്ഞാൽ ഇന്ന് അത് പ്രാർത്ഥനയാണ്. ധൂപകലശം എന്ന് വെച്ചാൽ അന്ന് ധൂപകലശത്തിൽ ധൂപവർഗം ഇട്ടിട്ട് അതിൽ നിന്നുള്ള പുക ഈ വിശുദ്ധ സ്ഥലത്തും ഈ അതിവിശുദ്ധ സ്ഥലത്തും ഇങ്ങനെ ഉയർന്നു. ഈ ധൂപകലശത്തില് ഇടുന്ന 4 വിധമായ കൂട്ടുകളുണ്ട്. ഈ 4 വിധമായ കൂട്ടുകൾ ഒരുമിച്ച് ധൂപകലശത്തിൽ ഇട്ടിട്ട് അതിൽ വീഴുന്ന അതിലുള്ള തീക്കനൽ കൊണ്ട് ഈ ധൂപകലശത്തിലുള്ള ധൂപവർഗത്തിന്റെ പുക ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കും. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. ആ വളരെ ധൂപവർഗം ലഭിച്ചു, അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണെന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ധൂപകലശം എന്ന് പറഞ്ഞാൽ, ധൂപവർഗം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലുള്ള 4 കൂട്ടം കാര്യങ്ങൾ അതിങ്ങനെ ദൈവസന്നിധിയാകുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അത് പക്ഷേ മുഴുവനും പൊന്നുകൊണ്ട് ഉള്ളതായിരിക്കും. പൊന്നുകൊണ്ടുള്ള ധൂപകലശവും പിന്നെ പറയുന്നു മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും. നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാൽ 2.5 മുഴം ഉയരം, 2 മുഴം സ്ക്വയർ നീളം വീതി ഉയരമുള്ള ഒരു ചതുരപ്പെട്ടിയാണ് ഈ നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. ഈ നിയമപ്പെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നത് കതിരമരം കൊണ്ടാണ്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലാണ് ഇത് കാണുന്നത്. ഈ നിയമപ്പെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നത് കതിരമരം കൊണ്ടാണ്. ഈ കതിരമരത്തിന്റെ പ്രത്യേകത ഞാൻ കേട്ടിട്ടുള്ളത്, ഈ കതിരമരം ഒരിക്കലും നമ്മൾ എത്ര അത് മിനുസപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരിക്കലും അത് മിനുസം വരാത്ത ഒരു തരം
ഒരു വെറൈറ്റി, ഒരു തരം മരമാണ്. അപ്പോ ഈ എത്ര നമ്മള് നാടൻ ഭാഷയിൽ പണ്ടൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ പറഞ്ഞിരുന്നത് ഇത് ചിന്തേരിടുക, ഈ ആശാരിമാർ കാർപ്പന്റേഴ്സ് ഇതിന് ചിന്തേരിടുക എന്നുള്ള പരിപാടി ചെയ്തിരുന്നു. ചിന്തേരിട്ടിട്ടാണ് ഈ മരമൊക്കെ ഇങ്ങനെ മിനുസം. അതിനുശേഷം ഈ റഫ് പേപ്പർ, ഈ സാൻഡ് പേപ്പർ ഒക്കെ പിടിച്ച് അതിന്റെ റഫ്നെസ് കളഞ്ഞിട്ട് സ്മൂത്ത് ആക്കും. എങ്ങനെ ചെയ്താലും സ്മൂത്ത് ആകാത്ത ഒരു മരമാണ് കതിരമരം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കതിരമരത്തിന്റെ റഫ്നെസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ദൈവം മോശയോട് പറഞ്ഞു, അത് പൊന്നുകൊണ്ട്, തങ്കമല്ല, പൊന്നുകൊണ്ട് ഈ നിയമപ്പെട്ടകം പൊതിയണം. ഈ കതിരമരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ നിയമപ്പെട്ടകം പൊന്നുകൊണ്ട് പൊതിയണം. പൊന്നുകൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ ഈ റഫ്നെസ് ഒന്നും ഈ പരുപരിപ്പൊന്നും ആർക്കും പിന്നെ കാണാൻ പറ്റില്ല. പൊന്നുകൊണ്ട് പൊതിയുകയാണ്. എന്നാൽ ഈ പൊന്നിച്ചിരി നമ്മൾ ഇങ്ങനെ ഇളക്കി നീക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കതിരമരത്തിന്റെ ഒറിജിനൽ രൂപം കാണാൻ പറ്റും. അത് ഈ നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിൽ 3 വസ്തുക്കളുണ്ട്. ഈ നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിൽ 3 വസ്തുക്കളുണ്ട്. ഒന്ന്, അഹരോന്റെ തളിർത്ത വടിയുണ്ട്, മന്ന ഇട്ട് വെച്ച പൊൻപാത്രമുണ്ട്, നിയമത്തിന്റെ കൽപ്പനകൾ. ഈ 3 വസ്തുക്കളും ഇല്ലാത്ത നിയമപ്പെട്ടകം അല്ല. ഈ 3 വസ്തുക്കളും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കും. ഇന്ന് അത് എന്താണ്? ഈ നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിലുള്ള ഈ അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളും ഈ മന്നായിട്ട് വെച്ച് പൊൻപാത്രവും ഇന്ന് അത് എന്താണ്? ഇന്ന് എന്താണ് ഈ നിയമപ്പെട്ടകം എന്ന് പറയുന്നത്? ഇന്ന് ഈ നിയമപ്പെട്ടകം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. ഈ നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ ഉള്ളിൽ സ്നേഹവും വിശ്വാസവും പ്രത്യാശ, ഈ 3 കാര്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് വചനം വായിക്കുന്നു, ആകയാൽ സ്നേഹം, വിശ്വാസം, പ്രത്യാശ ഇത് 3 നിലനിൽക്കുന്നു. ഇതിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോ ഈ സ്നേഹവും വിശ്വാസവും പ്രത്യാശയും ഉള്ള നിയമപ്പെട്ടകമാണ് വാസ്തവമായ നിയമപ്പെട്ടകം. അപ്പൊ ഈ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ അടപ്പില്ല. ഈ അടപ്പിന് പകരം മുഴുവനും തങ്കം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മേഴ്സി സീറ്റ് ഉണ്ട്. മേഴ്സി സീറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കൃപാസനമുണ്ട്. ഈ കൃപാസനമാണ് ഈ നിയമപ്പെട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന സാധനം. ആ കൃപാസനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ യേശുക്രിസ്തുവിന്റെ കീഴിൽ ആണ്, യേശുക്രിസ്തു തലയായിരിക്കുകയും യേശുക്രിസ്തു ശരീരമായ സഭ യേശുക്രിസ്തുവിന് കീഴടങ്ങി കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇച്ചിരി ദൂരെ നിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ ഈ മുഴുവനും തങ്കം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൃപാസനവും ഈ നിയമപ്പെട്ടവും ഒരുപോലെ തന്നെ ഇരിക്കും. കാരണം ഈ കൃപാസനം തങ്കം കൊണ്ട്, മുഴുവൻ തങ്കമാണ്. ആ തങ്കം പോലെ തന്നെ അതിൻ്റെ അടിയിലിരിക്കുന്ന നിയമപ്പെട്ടകം പൊന്നുമാണ്. അപ്പൊ ഇത് തമ്മിൽ കുറച്ച് ഇത്തിരി മാറി നമ്മൾ നോക്കുവാണെങ്കിൽ, കുറച്ച് അടുത്ത് നിന്ന് നോക്കിയാൽ പോലും ഇത് തമ്മിൽ ഒരു വ്യത്യാസം കാണാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഇത് ഈ കൃപാസനം എന്ന് പറയുന്ന നിയമപ്പെട്ടകത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. നിയമപ്പെട്ടകം കൃപാസനത്തിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിൽ അഹരോന്റെ തളിർത്ത വടി ഉണ്ട്, മന്ന ഇട്ട് വെച്ച പൊൻപാത്രമുണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളുണ്ട്. ഇത് 3 ഉള്ള ഈ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ കൃപാസനം എന്ന ഒരു വസ്തുവുണ്ട്. അപ്പൊ ഈ നിയമപ്പെട്ടകവും കൃപാസനവും ഇരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. ഈ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. മഹിമയുടെ വലത്തുഭാഗത്താണ് കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു മഹിമയുടെ വലത്തുഭാഗത്ത് ആണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനങ്ങൾ ഒക്കെ നമ്മൾ വായിക്കുന്നത് നമ്മളും യേശു ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മളെ യേശു ക്രിസ്തുവിനോടുകൂടി ദൈവം നമ്മളെ ഉയർപ്പിച്ച് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കൃപാസനത്തിന്റെ കീഴിൽ ആണ് നമ്മളുടെയും ഇരിപ്പിടം. ഈ കൃപാസനം ഇരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. നമ്മളും ഇരിക്കുന്നത്, അഥവാ ഈ നിയമപ്പെട്ടകം ഇരിക്കുന്നതും അതിവിശുദ്ധ സ്ഥലത്താണ്. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഉള്ള ഒരു വസ്തു ധൂപകലശ, മുഴുവൻ പൊന്നു പൊതിഞ്ഞ ധൂപകലശമാണ്.
രണ്ടാമത്തെ വസ്തു നിയമപ്പെട്ടകമാണ്. നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ കൃപാസനമുണ്ട്. ഈ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളുമുണ്ട്. വീണ്ടും അപ്പോസ്തലൻ പറയുന്നു, അത് ഓരോന്നായി വിവരിക്കാൻ ഇപ്പൊ സമയം ഇല്ല. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 3 കെരൂബുകളും ഉണ്ടായിരുന്നു. 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അത് ഇപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിവില്ല. ഇതിൽ 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യ മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. മുൻകൂടാരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, മുൻകൂടാരം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ്. അപ്പൊ ആ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാര് എല്ലാ ദിവസവും ശുശ്രൂഷ ചെയ്യും. അതിന്റെ അടുത്ത വാക്യത്തിൽ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, രണ്ടാമത്തേതിലോ എന്ന് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലമാണ്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ സ്ഥലവും രണ്ടാമത്തേത് അതിവിശുദ്ധ സ്ഥലവുമാണ്. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. അതിവിശുദ്ധ സ്ഥലത്ത് നമ്മൾ മുമ്പേ ചിന്തിച്ചു, അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ മാത്രം അവിടെ കയറാനുള്ള അനുവാദം ദൈവം കൊടുത്തിരുന്നു. അത് കൊടുത്തിരുന്നത് ജനങ്ങളുടെ പാപത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, മുഴുവൻ ഇസ്രായേലിന്റെ പാപത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി മഹാപാപ പരിഹാര ദിവസം എന്ന ഒരു ദിവസം ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു. ആ ദിവസത്തിൽ മാത്രം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് രക്തവുമായിട്ട് പ്രവേശിച്ചിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല, അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അപ്പൊ ഈ ചെല്ലുന്ന മഹാപുരോഹിതന്റെ അബദ്ധങ്ങൾക്ക് വേണ്ടിയും ഈ പുറത്ത് നിൽക്കുന്ന ജനങ്ങളുടെ അബദ്ധങ്ങൾക്ക് വേണ്ടിയും ഈ മഹാപുരോഹിതൻ അവിടെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ അർപ്പിക്കും. അതിന്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്നു. മുൻകൂടാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു വിശുദ്ധ സ്ഥലമാണ്. അപ്പൊ വിശുദ്ധ സ്ഥലം നിൽക്കുന്നിടത്തോളം കാലം അതിന്റെ അപ്പുറത്തേക്കുള്ള വഴി വെളിപ്പെട്ടിരുന്നില്ല. നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ മുൻകൂടാരം എന്നും പിൻകൂടാരം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമാണ്. മുൻകൂടാരം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലത്തിനും പിൻകൂടാരം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്തിനുമാണ്. ഈ മുൻ പിൻ എന്നുള്ള വാക്ക് വരാനുള്ള കാരണം ഒരു കട്ടി തിരശ്ശീല അവിടെ കിടക്കുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പൊ ആ കട്ടി തിരശ്ശീലയുടെ മുൻപിലുള്ള ഭാഗം മുൻകൂടാരവും ആ തിരശ്ശീലയുടെ പുറയിലുള്ള ഭാഗത്തെ പറയുന്നത് പിൻകൂടാരം എന്നും. ആ മുൻകൂടാരം വിശുദ്ധ സ്ഥലവും പിൻകൂടാരം അതിവിശുദ്ധ സ്ഥലവുമാണ്. അപ്പൊ ഈ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള അഥവാ ഈ തിരശ്ശീലയ്ക്ക് പിന്നിലേക്കുള്ള ആ സ്ഥലം വെളിപ്പെട്ടിരുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇനി 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. ഏത് കൂടാരം? ഈ പിൻ കൂടാരങ്ങൾ, ഈ മുൻകൂടാരവും പിൻകൂടാരവും, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ്. അപ്പോ കൂടാര സാദൃശ്യമാണ്, ഈ കാലത്തേക്കുള്ള ഒരു സാദൃശ്യമാണ് ഈ കൂടാരം. സാദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എന്താ പറയുക, നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു പ്രിന്റ് എടുക്കുക. അപ്പോ ഏതോ ഒരു യാഥാർത്ഥ്യമായതിന്റെ പ്രിന്റ് ആയിരുന്നു ഈ കൂടാരം. അപ്പം ആ കൂടാരം ഈ കാലത്തെ റിയലായിട്ട് എന്തോ ഒന്ന് ഉള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു, ഒരു പ്രിന്റ് ആയിരുന്നു ആ കൂടാരം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അപ്പൊ ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം, ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം. ഈ സമാഗമന കൂടാരത്തിന്റെ
അതേ സ്കെച്ചിലാണ്, അതേ രൂപത്തിലാണ്, അതേ മാതൃകയിലാണ്. വലിപ്പത്തിന് വ്യത്യാസമുണ്ട്, എന്നാൽ അതേ മാതൃകയിലാണ് ശലോമോൻ ദൈവത്തിന്റെ ദേവാലയം പണി കഴിപ്പിച്ചു. അപ്പൊ ആ ദേവാലയം നമുക്ക് ഇങ്ങനെ പറയാം, ആ ദേവാലയം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ്. ഈ കാലത്തുള്ള യഥാർത്ഥമായതിന്റെ സാദൃശ്യമായിരുന്നു, ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു, ഒരു കോപ്പി ആയിരുന്നു ആ കൂടാരം. അപ്പൊ ഇന്ന് എന്താണ് യഥാർത്ഥമായ ആ വസ്തുത, ആ കാര്യം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങളെ തന്നെ അറിയുന്നില്ലേ? അന്ന് ദൈവം വസിച്ചിരുന്ന പ്രാകാരം, ആദ്യം പ്രാകാരം, ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചിരുന്ന പ്രാകാരവും പിന്നീട് ആ പ്രാകാരത്തിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരുന്ന യെരുശലേം ദേവാലയവും ആയിരുന്നു. അതൊരു പ്രിന്റ് ആയിരുന്നു, അതൊരു നിഴലായിരുന്നു. അപ്പൊ ആ യഥാർത്ഥമായ കാര്യം ആ നിഴലല്ല, ഒരു പൊരുളാണ്. ആ പൊരുൾ എന്ന് പറയുന്നത് ഇന്ന് നാം ഓരോരുത്തരുമാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വസിക്കുന്നത് ഒരു കൈപ്പണിയായ ക്ഷേത്രങ്ങളിലല്ല, കെട്ടിടങ്ങളിലല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഥവാ കർത്താവ് യേശു ക്രിസ്തു തന്നെ ഇന്ന് വസിക്കുന്നത് ദൈവമക്കളായി തീർന്ന നമ്മളുടെ ഹൃദയങ്ങളിലാണ്. അപ്പൊ ഈ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഈ ഒരു അവസ്ഥയാണ്, ഈ അവസ്ഥയുടെ പ്രിന്റ് ആയിരുന്നു സമാന കൂടാരവും ദേവാലയവും പറയുന്നത്. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങള് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാമെന്ന് കർത്താവിൽ ഞാൻ ആശിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൂടുതലായി പഠിക്കാൻ ദൈവം കൃപ തരട്ടെ. ദൈവം സഹായിക്കട്ടെ.